നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അങ്ങനെ ജർമ്മനി പൊട്ടി. ഈ പൊട്ടലിന് ചില ചരിത്രപരമായിട്ടുള്ള സ്ഥാനമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജർമ്മനി ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമിനോട് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലല്ലാതെ പരാജയപ്പെടുന്നത്. ഇതിനു മുമ്പ് ജർമ്മനി ലാറ്റിൻ അമേരിക്കക്കാരോട് വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടിയപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടുള്ളത് ഫൈനലിൽ മാത്രമാണ്. അതെങ്ങനെയാണെന്ന് നോക്കിയാൽ 1986 മെക്സിക്കോ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അർജൻറ്റീനയോട് 3-2 ജർമ്മനി പരാജയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2002 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ബ്രസീലിനോട് 2-0 ജർമ്മനി പരാജയപ്പെട്ടിട്ടുണ്ട്. ഇതല്ലാതെ ഒരിക്കൽ പോലും വേൾഡ് കപ്പിൻ്റെ ഒരു സ്റ്റേജിലും ജർമ്മനി ലാറ്റിൻ അമേരിക്കക്കാരോട് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ കുതിപ്പിനാണ് ഇപ്പോൾ പണി കൊടുത്തിരിക്കുന്നത് ഇക്വഡോർ. സോ ആ സ്ട്രീക്ക് അവിടെ അവസാനിച്ചു. ജർമ്മനിയുടെ ഇതുവരെയുള്ള വേൾഡ് കപ്പിലെ ലാറ്റിൻ അമേരിക്കൻ ടീമുകളോടുള്ള മത്സരങ്ങളുടെ റിസൾട്ട് നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ അർജൻറ്റീനയും ജർമ്മനിയും തമ്മിൽ 7 മത്സരങ്ങൾ വേൾഡ് കപ്പിൽ നടന്നിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ 1-0 ഈ പറഞ്ഞ 1986 3-2 വിജയം ഒഴികെ അർജൻറ്റീനയ്ക്ക് വിജയമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് വേൾഡ് കപ്പിൻ്റെ ഫൈനലായിരുന്നു. ആദ്യമായിട്ട് ഇവർ ഏറ്റുമുട്ടുന്നത് വേൾഡ് കപ്പിൽ 1958 അന്ന് വെസ്റ്റ് ജർമ്മനിയാണ്. വെസ്റ്റ് ജർമ്മനി അർജൻറ്റീനയെ 3-1 ഗ്രൂപ്പ് സ്റ്റേജിൽ പരാജയപ്പെടുത്തി. 1966 വീണ്ടും അതേ വെസ്റ്റ് ജർമ്മനി അർജൻറ്റീന പോരാട്ടം ഗോൾ രഹിതം. 1986 ഫൈനൽ അന്നും വെസ്റ്റ് ജർമ്മനിയാണ് 3-2 അർജൻറ്റീന ജയിക്കുന്നു. 1990 ഫൈനൽ വെസ്റ്റ് ജർമ്മനിയും അർജൻറ്റീനയും വെസ്റ്റ് ജർമ്മനി ജയിക്കുന്നു. 2006 ജർമ്മനി അർജൻറ്റീന ക്വാർട്ടർ ഫൈനൽ മത്സരം 1-1 സമനില, പെനാൽറ്റിയിൽ ജർമ്മനി ജയിക്കുന്നു. 2010 ജർമ്മനി അർജൻറ്റീന ക്വാർട്ടർ ഫൈനൽ, ജർമ്മനി 4-0 അർജൻറ്റീനയെ മുക്കുന്നു. 2014 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ 1-0 അർജൻറ്റീനയെ എക്സ്ട്രാ ടൈമിൽ ജർമ്മനി പരാജയപ്പെടുത്തുന്നു. അപ്പോൾ ഇതാണ് അർജൻറ്റീന ജർമ്മനി മത്സരങ്ങളുടെ ഒരു കണക്ക്. ബ്രസീലോ? പക്ഷെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ കിരീടം ചൂടിയ ബ്രസീലും തൊട്ടുപുറകിലുള്ള ജർമ്മനിയും തമ്മിൽ വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് 2 തവണയാണ്. ഒന്ന് നമ്മൾ പറഞ്ഞ 2002 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ബ്രസീൽ 2-0 ജയിച്ചു, കപ്പ് കൊണ്ടുപോയി. മറ്റൊന്ന് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ, 2014 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ ബ്രസീലിൻ്റെ മണ്ണിലിട്ട് ബ്രസീലിനെ വെട്ടിമുറിച്ചങ്ങിട്ടു. 7-1 വിജയം, വിഖ്യാതമായ 7-അപ്പ്. ഈ 2 കളികളല്ലാതെ മറ്റൊന്നും ബ്രസീലും ജർമ്മനിയും തമ്മിൽ വേൾഡ് കപ്പിൽ ഇതുവരെ കളിച്ചിട്ടില്ല. ഉറുഗ്വായ്ക്കെതിരെ 4 കളികളാണ് കളിച്ചത്. 1966 വെസ്റ്റ് ജർമ്മനിയും ഉറുഗ്വായും തമ്മിലുള്ള മത്സരം ക്വാർട്ടർ ഫൈനൽ മത്സരമാണ്. ജർമ്മനി 4-0 ജയിച്ചു. 1970 വെസ്റ്റ് ജർമ്മനിയും ഉറുഗ്വായും തമ്മിൽ ലൂസേഴ്സ് ഫൈനൽ, വെസ്റ്റ് ജർമ്മനി ഏകപക്ഷീയമായ 1 ഗോളിലും ജയിച്ചു. 1986 വെസ്റ്റ് ജർമ്മനിയും ഉറുഗ്വായും തമ്മിൽ ഗ്രൂപ്പ് സ്റ്റേജ് 1-1 സമനില. 2010 ജർമ്മനിയും ഉറുഗ്വായും തമ്മിൽ ലൂസേഴ്സ് ഫൈനൽ 3-2 ജർമ്മനി ജയിച്ചു. ഇനി ചിലിക്കെതിരെ വേൾഡ് കപ്പിൽ 3 മത്സരങ്ങളാണ് ജർമ്മനി കളിച്ചിട്ടുള്ളത്. 1962 വെസ്റ്റ് ജർമ്മനിയും ചിലിയും ഗ്രൂപ്പ് സ്റ്റേജ്, അപ്പം 2-0 ജർമ്മനി ജയിച്ചു. 1974 വെസ്റ്റ് ജർമ്മനിയും ചിലിയും ഗ്രൂപ്പ് സ്റ്റേജ് 1-0 വെസ്റ്റ് ജർമ്മനി ജയിച്ചു. 1982 വെസ്റ്റ് ജർമ്മനിയും ചിലിയും 4-1 വെസ്റ്റ് ജർമ്മനി ജയിച്ചു. പിന്നെ പെറുവിനെതിരെ വേൾഡ് കപ്പിൽ 1 കളിയാണ് കളിച്ചിട്ടുള്ളത്. 1970 അന്ന് വെസ്റ്റ് ജർമ്മനി 3-1 പെറുവിനെ പരാജയപ്പെടുത്തി. കൊളംബിയക്കെതിരെ 1 കളിയാണ് കളിച്ചത്. 1990 വെസ്റ്റ് ജർമ്മനി 1-1 സമനില, ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം. ബൊളീവിയക്കെതിരെ വേൾഡ് കപ്പിൽ 1 കളി കളിച്ചു. 1994 ജർമ്മനി 1-0 ഗ്രൂപ്പ് സ്റ്റേജിൽ ബൊളീവിയയെ പരാജയപ്പെടുത്തി. പരാഗ്വയ്ക്കെതിരെ 1 മത്സരം കളിച്ചു. 2002 ജർമ്മനി ഏകപക്ഷീയമായ 1 ഗോളിന് റൗണ്ട് ഓഫ് 16 പരാഗ്വയെ പരാജയപ്പെടുത്തി. ഇക്വഡോറിനെതിരെ 2 മത്സരങ്ങൾ. 2006 ഗ്രൂപ്പ് സ്റ്റേജിൽ ജർമ്മനി 3-0 ഇക്വഡോറിനെ പരാജയപ്പെടുത്തിയിരുന്നെങ്കിൽ 2026 വേൾഡ് കപ്പിൻ്റെ ഫൈനലിലല്ലാതെ ജർമ്മനിയെ പരാജയപ്പെടുത്തുന്ന ആദ്യ ലാറ്റിൻ അമേരിക്കൻ ടീമായിട്ട് ഇക്വഡോർ അങ്ങ് മാറി. അതാണ് നമ്മൾ ഇന്ന് പുലർച്ചെ കണ്ടത്. 2-1 ജർമ്മനിയെ തറപറ്റിച്ചുകൊണ്ട് അവരുടെ ആ കുതിപ്പിന് അന്ത്യമാക്കിയിരിക്കുന്നു ഇക്വഡോർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.